PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും UPSC PSCയെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നും കൂടെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതിന് പകരം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ അത് മൂന്നും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു കോളം ആക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊരു കോളം വരച്ച് എഴുതി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് എങ്ങനെ പഠിക്കാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആർട്ടിക്കിൾ, ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. ആർട്ടിക്കിൾ 338ലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഒരു കോളം ഇട്ടിട്ട് ഇവിടെ ആർട്ടിക്കിൾ എന്ന് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 338ലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338A ആണ്. ഈ 338ൻ്റെ കൂടെ ഒരു A ചേർത്താൽ മതി. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിലോ 338B ആണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞു. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിൽ 338A. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ 338B. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം വിത്ത് ഡേറ്റ്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങളൊരു കോളം എഴുതിയിട്ട് എഴുതാം കേട്ടോ. നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിലോ 2004 ഫെബ്രുവരി 19 തന്നെയാണ് വരുന്നത്. അതായത് അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും മുൻപ് ഒരുമിച്ചായിരുന്നു. രണ്ടും കൂടെ ചേർന്ന് ദേശീയ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുമിച്ചായിരുന്ന ഈ രണ്ട് കമ്മീഷൻ സെപ്പറേറ്റ് ആയി. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് സെപ്പറേറ്റഡ് ആയി. അങ്ങനെ ഇത് രണ്ടായിട്ട് മാറിയ ഭേദഗതി ഓർത്തിരിക്കുക. 2003 89 ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷൻ ആയിരുന്നത് സെപ്പറേറ്റ് ആയത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് എപ്പോഴാണ്? 2003 89 ഭേദഗതി പ്രകാരമാണ്. അങ്ങനെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19 ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993. 1993 നിലവിൽ വന്നു. പക്ഷേ അത് നിലവിൽ വരുന്ന സമയത്ത് അതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. പിന്നീട് ഭരണഘടനാ പദവി ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? 2018 102 ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. 1993 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. പക്ഷെ ആ സമയത്ത് അതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. അപ്പോൾ ഭരണഘടനാ പദവി ലഭിച്ചത് എപ്പോഴാണ്? 2018 102 ഭേദഗതിയിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതി. അപ്പോൾ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്?
രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നിയമിക്കുന്നത് ഈ പറയുന്ന 3 കമ്മീഷനിലെയും അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതുമാരാ? രാഷ്ട്രപതി. അതേപോലെ തന്നെ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തത് കാലാവധി തീരുമാനിക്കുന്നത്. കാലാവധി, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് കാലാവധി തീരുമാനിക്കുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന അംഗങ്ങളുടെ എല്ലാം സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെയും അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെയും സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇവരെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെ. അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഈ 3 കമ്മീഷനും അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഈസി ആയി നമുക്ക് പഠിക്കാനായിട്ട് അല്ലെ. ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇവയുടെ എല്ലാം അംഗങ്ങളുടെ നിയമനം രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, കാലാവധി തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക്. ഓക്കെ, ഇനി അംഗങ്ങൾ, എത്ര അംഗങ്ങളാണ് ഉള്ളത്? ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 അംഗങ്ങളാണ് ഉള്ളത്. ഇവിടെയും എത്രയാ? 5 അംഗങ്ങൾ. ഇവിടെയും 5 അംഗങ്ങൾ. ഓക്കെ, 3 കമ്മീഷനിലും 5 അംഗങ്ങളാണുള്ളത്. ആരൊക്കെയാണ് ഈ 5 അംഗങ്ങൾ? ചെയർമാൻ ഉണ്ടായിരിക്കും, ഒരാൾ ചെയർമാൻ, ദെൻ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, പ്ലസ് ബാക്കി 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് 5 പേര് കേട്ടോ. ദേശീയ പട്ടികവർഗ കമ്മീഷനിലും അങ്ങനെ തന്നെയാണ്. ചെയർമാൻ ഉണ്ടായിരിക്കും, ദെൻ വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, ബാക്കി 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലും ചെയർമാൻ ഉണ്ടായിരിക്കും, വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 5 അംഗങ്ങളാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷനിലും ദേശീയ പട്ടിക വർഗ കമ്മീഷനിലും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും 5 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, ദെൻ 3 അംഗങ്ങൾ. അങ്ങനെയാണ് 5 അംഗങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ആസ്ഥാനം, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം? ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാലോ? അതും ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ്. ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ് ഇവിടെയും ആസ്ഥാനം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ ആസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഒരു പരീക്ഷ പോലെ. ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ചെയർമാനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു സൂരജ് ബാൻ. സൂരജ് ബാൻ. ഓക്കെ, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? അത് കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ RN പ്രസാദ്. RN പ്രസാദ് ആയിരുന്നു. ഓക്കെ, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ RN പ്രസാദ്. ഇനി നിലവിലെ ചെയർമാനെയാണ് പറയുന്നത് കേട്ടോ. നിലവിൽ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കിഷോർ മക്വാനയാണ് കേട്ടോ. കിഷോർ മക്വാന. കിഷോർ മക്വാനയാണ് നിലവിലെ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ. ഇവിടെ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്, പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിൽ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ എന്നാണ് പേര്. ഓക്കെ, ഇനി ഇവരുടെ ചുമതല എന്താണ്? ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് എന്താ?
പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക, സാമ്പത്തികപരമായിട്ടും അല്ലാതെയുമൊക്കെ അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല എന്തായിരിക്കും? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ സാമ്പത്തികപരമായിട്ടുള്ള വികസനം, അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുക, അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചുമതല. അങ്ങനെയാണെങ്കിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുക, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം നമ്മളൊരു കോളത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇല്ലെങ്കിൽ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഒത്തിരി ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ആദ്യം ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു, പിന്നീട് അത് രണ്ടും കൂടെ സെപ്പറേറ്റ് ആയി. ഏത് ഭേദഗതിയിലൂടെയാ? 2003 89 ഭേദഗതിയിലൂടെയാണ്. അതിനുശേഷം ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 338, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 338A, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 338B. ഇനി ദേശീയ പട്ടിക ജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ 1993 നിലവിൽ വന്നത്. എന്നാൽ ഭരണഘടനാ പദവി ലഭിച്ചത് എപ്പോഴാ? 2018 102 ഭേദഗതിയിലൂടെ. ദെൻ ദേശീയ പട്ടിക ജാതി കമ്മീഷനിലെയും പട്ടികവർഗ കമ്മീഷനിലെയും പിന്നോക്ക വിഭാഗ കമ്മീഷനിലെയും അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, കാലാവധി തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി, ഇവരെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക്. ദെൻ അംഗങ്ങൾ ദേശീയ പട്ടിക ജാതി കമ്മീഷനിലും പട്ടികവർഗ കമ്മീഷനിലും പിന്നോക്ക വിഭാഗ കമ്മീഷനിലും 5 അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. ഇനി ആസ്ഥാനം ചോദിച്ചാൽ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചോദിച്ചാൽ ന്യൂഡൽഹി. ഇനി ആദ്യത്തെ ചെയർമാൻ, ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൻ, ജാ വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ, സൂരജ് ബാൻ. അതുപോലെ പട്ടിക വർഗ കമ്മീഷൻ ആണെങ്കിൽ കൻവർ സിംഗ് അല്ലെ, പട്ടിക വർഗം ഐറ് വെച്ച് കണക്ട് ചെയ്യാം. സൂരജ് എന്ന് പറയുമ്പോൾ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ ആണ് ആദ്യത്തെ, പട്ടിക വർഗം എന്ന് പറയുമ്പോൾ കൻവർ സിംഗ് ആണ് ആദ്യത്തെ ചെയർമാൻ. ദെൻ പിന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പായ ഉണ്ട് അല്ലെ, പ്രസാദ് ആണ്, RN പ്രസാദ്. ഈ 3 ഓപ്ഷനും കൂടെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറയാണ്. പിന്നാക്ക വിഭാഗം ആവുമ്പോൾ പി വെച്ചിട്ടുള്ള പേരാ പ്രസാദ്, പട്ടിക ജാതി ആവുമ്പോൾ ജായുള്ള പേരാ സൂരജ് ബാൻ, പട്ടിക വർഗം ആവുമ്പോൾ ഇറുള്ള പേരാണ് കൻവർ സിംഗ്. ആദ്യത്തെ ആളുകളെ കിട്ടി. ഇനി നിലവിലെ ചെയർമാൻ, പട്ടിക ജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന, പുതിയ നിയമനമാണ്, ഓർത്തിരിക്കുക. ദെൻ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. അപ്പൊ പിന്നാക്ക വിഭാഗമാണ് അല്ലെ. അപ്പൊ പിന്നാക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയൊക്കെ നമ്മൾ പിന്നാലെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് നടക്കത്തില്ലേ, സേതുരാമയ്യർ CBI ഒക്കെ കണ്ടിട്ടില്ലേ, മമ്മൂട്ടി നടക്കുന്ന പോലെ. അപ്പൊ ഹാൻഡ്സ് നമ്മൾ പിന്നാക്കം കെട്ടുന്നു എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ചുമതല എന്താ പറഞ്ഞത്? പട്ടിക ജാതി കമ്മീഷന്റെ ചുമതല പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഉന്നമനം, അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതൊക്കെയാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ അല്ലേ?
ഇത്രയേ ഉള്ളൂ നമ്മുടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഇതുപോലെ ഒരു കോളമാക്കിയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കാം, ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ. മാക്സിമം ഫ്രണ്ട്സിലോട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്